നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ? ജോലി തിരക്കാണോ തടസ്സം? വിഷമിക്കേണ്ട, ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഉണ്ട്. BA, BCom, BBA, BSW പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെയിരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം? അല്ല. ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെയുണ്ട്. ഹായ് എവരി വൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ സെമിസ്റ്റർ വൈസ് എക്സാംസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ആളുകളാണ് നിങ്ങൾ എല്ലാവരും. അപ്പം ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എവിടെ നിന്നാണ് കിട്ടുന്നത്, അത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലോട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ സെമസ്റ്റർ വൈസ് എക്സാംസും കാര്യങ്ങളൊക്കെ വരാറായിട്ടുണ്ട്. അപ്പം ഏകദേശം നമുക്ക് ഒരു ജൂൺ ലാസ്റ്റ് അല്ലെങ്കിൽ ജൂലൈ ഫസ്റ്റോട് കൂടിയിട്ടായിരിക്കും എക്സാംസ് ഉണ്ടായിരിക്കാൻ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഫസ്റ്റ് സെമ്മിന്റെയും അതുപോലെ തന്നെ സെക്കൻഡ് സെമ്മിന്റെയും എക്സാം ഏകദേശം ഒരേ ടൈമിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം അത്യാവശ്യം ഏത് രൂപത്തിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒരുവിധം എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്ങനെയാണ് നമ്മൾ സൈറ്റിൽ ചെക്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ അത് നമുക്കിപ്പോൾ സൈറ്റ് ഓപ്പൺ ചെയ്ത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് എക്സാമിനേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ആ ഒരു എക്സാമിനേഷൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൽ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ ടൈം ടേബിൾസ്, നോട്ടിഫിക്കേഷൻ, റിസൾട്ട് എന്നൊക്കെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ വേണ്ടി സാധിക്കും. അതിനകത്ത് ക്വസ്റ്റ്യൻസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ പേപ്പർ ആണോ, ഏത് പേപ്പറിന്റെ ക്വസ്റ്റ്യൻസ് ആണോ വേണ്ടത് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അതിന് ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി എക്സാം വരാനിരിക്കുവാണ്. അപ്പോൾ എല്ലാവരും ഈ രൂപത്തിൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടിയിട്ടില്ലാന്നുണ്ടെങ്കിൽ ഈ രൂപത്തിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ ഇവിടുത്തെ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ടെൻഷൻ ആവേണ്ട. നിങ്ങൾക്ക് മോഡൽ എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ മെയിൻ എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അതല്ല പുറത്തുനിന്നുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രൂപത്തിൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം. ഇതുപോലുള്ള മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്